അങ്ങനെ ഗൈസ് നമ്മൾ മക്കാവോ എന്ന് പറയുന്ന പുതിയൊരു കൺട്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഡേവിഡ് ബെക്കാം തെരഞ്ഞു കണ്ടുപിടിച്ച് വന്ന ഒരു മലയാളിയുടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്. ഷെഫ് ജസ്റ്റിൻ നമ്മുടെ സുഹൃത്താണ്. മൂപ്പരെ പേര് തന്നെയാണ് ജസ്റ്റ് ഇന്ത്യ. 2014 ഗോൾഡൻ പീക്കോക്ക് എന്ന മക്കാവിലെ പ്രശസ്ത ഹോട്ടൽ ഹെഡ് ഷെഫായി കയറിയ ജസ്റ്റിൻ 9 മാസത്തിനുള്ളിൽ തന്റെ ആദ്യത്തെ മിഷലിൻ സ്റ്റാർ പദവി കരസ്ഥമാക്കി. സിനിമാ മേഖലയിൽ ഓസ്കാർ അവാർഡ് എങ്ങനെയാണ് അതേപോലെയാണ് ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ മിഷലിൻ സ്റ്റാർ പദവി. അത് പിന്നീടുള്ള തുടർച്ചയായി 8 വർഷം അടുപ്പിച്ച് നിലനിർത്തണമെങ്കിൽ മൂപ്പര് ചില്ലറക്കാരനല്ല. കോവിഡിന് ശേഷമാണ് ജസ്റ്റിൻ സ്വന്തമായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് തുടങ്ങുന്നത്. ഡേവിഡ് ബെക്കാം ഇങ്ങോട്ട് തിരഞ്ഞ് കണ്ടുപിടിച്ച് വന്ന് ഭക്ഷണം കഴിച്ച് മൂപ്പരോട് അങ്ങോട്ട് പറഞ്ഞതാണ് ഫോട്ടോ എടുക്കാനും മാർക്കറ്റ് ചെയ്യാനും. ലോകത്തിലെ തന്നെ ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റ് മാത്രം ഇടുന്ന ഫോബ്സ് മാഗസിന്റെ മുൻ സിഇഒ ആണ് ഇത്. അങ്ങനെ ഇവിടെ വരുന്ന സെലിബ്രിറ്റീസിന്റെ എണ്ണം നോക്കി ഒരു കയ്യും കണക്കില്ല. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഒരു സീ ഫുഡ് താലി 3 മിക്സ് താലിയുമാണ് ഓർഡർ ആക്കിയത്. മിക്സിൽ ചിക്കനും വാഗ്യൂ ബീഫും ലാമ്പും പ്രോൺസ് ഒക്കെ ഉണ്ട്. ഭക്ഷണത്തെ പറ്റി ഞാൻ അതിശയോക്തി കലർത്തി കൂടുതലൊന്നും പറയണില്ല. അത് നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം. അത്രയും കിഡിലോസ്കി ലെവൽ, പ്രത്യേകിച്ച് ആ മട്ടൻ കറി എജ്ജാതി സാധനം എന്നറിയാം. ഈവൻ ബ്രെഡ്സിലെ നാൻ പോലും നിങ്ങൾ അത്ഭുതപ്പെടുത്തും. മിഷലിൻ സ്റ്റാർ വെറുതെ കിട്ടണതല്ലെന്ന് അപ്പ ബോധ്യവും. റൊട്ടീൻ്റെ ഒരു ക്വാളിറ്റിയില ഒരു രക്ഷയില്ല. സൂപ്പർ ടേസ്റ്റ്. ഏതാ പിസ്താഷ്യോ ഗാർലിക്കാ? ഇത് ട്രഫിൾ ആൻഡ് ചീസ്. പിസ്താഷ്യോ ഗാർലിക് മട്ടൺ ബിരിയാണി. മട്ടൺ അല്ല, ചിക്കൻ. ഹൈദരാബാദി ബിരിയാണി. മോനെ റെസിപ്പി മെനുവിൽ ഇനിയും ഒരുപാട് സ്പെഷ്യൽസ് ഉണ്ട്. ആകെ മൊത്തം 816 മാക്കനീസ് പട്ടാക്കയാണ് ബില്ലായത്. ഏകദേശം 9700 ഇന്ത്യൻ റുപ്പി. ഹോങ്കോങ് എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നും 40 മിനിറ്റ് ബൈ ബസ്സോ അല്ലെങ്കിൽ ഫെറി വഴിയോ മക്കാവോ എന്ന രാജ്യത്തെത്താം. ഇന്ത്യൻസിന് വിസ ഫ്രീ ആണ്. പക്ഷേ ഗാംബ്ലിംഗ് സിറ്റി ആയതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആവും. അപ്പോൾ മറക്കണ്ട, നമ്മുടെ തൃശ്ശൂർ ഗഡിയായ ജസ്റ്റിന്റെ സ്വന്തം ജസ്റ്റ് ഇന്ത്യ.